ഇനി നിങ്ങളുടെ തലമുറ അങ്ങനെ ആകാനുള്ള ഒന്ന് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ വീട്ടിൽ ദൈവദാസന്മാരെ കുറ്റം പറയരുത്. നിങ്ങളുടെ വീട്ടിൽ ഒറ്റൊരു ദൈവദാസന്മാരെ കുറ്റം പറയരുത്. എൻ്റെ വീട്ടിൽ ഒറ്റൊരു ദൈവദാസന്മാരെ കുറ്റം പറയത്തില്ല. നമ്മുടെ തലമുറ കാണരുത്. ഒരു ദൈവദാസൻ്റെ ഭാരവും പ്രയാസവും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതല്ലെങ്കിൽ പ്രാർത്ഥനാ മുറി ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ തലമുറയുടെ മുമ്പിൽ സ്വത്രം പറയരുത്. രണ്ട്, നിങ്ങളുടെ തലമുറയെ വിശുദ്ധ സഭായോഗം മുടക്കി ഒരു പരിപാടിക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾ വിശ്വസിക്കാൻ എനിക്കറിയത്തില്ല, ഞാൻ ഏകദേശം 20 വർഷമായി കാണും ഈ എൻ്റെ കുവൈറ്റിലെ ആരാധന വ്യാഴം വെള്ളി ദിവസങ്ങളാണ്. ഒരു വിവാഹത്തിനോ വേറൊരു ബർത്ത്ഡേ സെലിബ്രേഷനോ ഒരു ഫങ്ഷനോ എൻ്റെ ആരാധന വിട്ടു പോകത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളും പോകത്തില്ല. എന്നെ വിളിക്കുന്നതിനോട് ഞാൻ പറയും, അങ്കിൾ ആൻറ്റി സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, ഇന്നെനിക്ക് വൈകിട്ട് എൻ്റെ ആരാധനയുണ്ട്. എൻ്റെ ആരാധന കഴിഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ രാത്രി 11 മണിക്കോ 12 മണിക്കോ വരാം. വെള്ളിയാഴ്ച ആണെങ്കിൽ രാവിലെ പകൽ ആരാധനയുണ്ട്, സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ വരാം. നിങ്ങളുടെ ഭക്ഷണവും നിങ്ങളുടെ പാർട്ടിയൊക്കെ തീർന്നു കാണും, വേണ്ട, അതിനും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. വില കൊടുത്തു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നു. നമ്മൾ വില കൊടുക്കണം. നിങ്ങൾ എത്ര വേണ്ടേലും ഞായറാഴ്ച സഭാ ഹാളിൽ വരണം. ഞാൻ നീണ്ട വർഷങ്ങൾ മാർത്തോമായിലായിരുന്നു. മാർത്തോമ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കുവൈറ്റ് മാർത്തോമ സഭയിലെ ആരാധന വെളുപ്പിനെയാണ്. കൈക്കുഞ്ഞുങ്ങളെ ഉണർത്തി ഞങ്ങൾ പോവും. അതിരാവിലെ ഞങ്ങൾ പോവും, തട്ടി ഞങ്ങൾ ഉണർത്തും. 1 വയസ്സും ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ തട്ടി നല്ല തണുപ്പൊക്കെ ഉണർത്തി ഞങ്ങൾ പൊതിഞ്ഞുകൊണ്ട് പോകും. വില കൊടുക്കണം. തലമുറ കർത്താവിനെ സേവിക്കണമെങ്കിൽ നിങ്ങൾ പറയണം, ആര് വിളിച്ചാലും പറയണം, സൺഡേ സഭയാഗം ഉണ്ട് പറയണം, അങ്കിളെ ആൻറ്റി സഭയാഗം ഉണ്ട്, എനിക്ക് കുഞ്ഞുമായിട്ട് ആരാധനയിൽ പോകണം. അടുത്തത്, നിങ്ങൾ ദൈവദാസന്മാരെ നിങ്ങളുടെ ഭവനത്തിൽ സ്വീകരിക്കണം. നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യണം. എൻ്റെ ഭവനത്തിൽ വരാത്ത ദൈവദാസന്മാരില്ല, ഭക്ഷണം കഴിക്കാത്ത ദൈവദാസന്മാരില്ല. അവരുടെ കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങൾ കാര്യം പറയും, അവരുടെ കൂടെ ഇരുന്ന് അവരുടെ സാക്ഷ്യം കേൾക്കും, അവരുടെ കൂടെ അവരൊരുമിച്ചിരുന്ന് ഭക്ഷിക്കും. പോകാൻ നേരം ആ ദൈവദാസൻ അവരുടെ തലയിലും കൈവച്ചൊന്ന് പ്രാർത്ഥിക്കും. 100 കണക്കിന് ദൈവദാസന്മാരുടെ കരം എൻ്റെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീണിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഒരു ചോറ് കൊടുത്ത നഷ്ടമായി പോയോ? ഒരു നഷ്ടമില്ല. അയ്യോ, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉറങ്ങണമായിരുന്നു, ആ ദൈവദാസനെ വിളിച്ചുകൊണ്ട് ചോറും കൊടുത്ത് കറിയും കൊടുത്ത് ഇന്നലെ തൊട്ട് അടുക്കളയിൽ കിടന്ന് കട്ടപ്പെടുക. നിൻ്റെ തലമുറ നേരെയാകാനിടെ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, വില കൊടുത്തവൻ്റെ തലമുറയൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല.